സുപ്രീം കോടതി പറഞ്ഞതും ചോദിച്ചതും എന്തൊക്കെയാണ് എന്നുകൂടി അധികൃതർ കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി കേൾപ്പിച്ചു കൊടുക്കാം. ദേശീയപാതയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ദേശീയപാതയിൽ ഇന്നലെ മാത്രം 12 മണിക്കൂറാണ്, അതായത് ഒരു ദിവസത്തിന്റെ പകുതിയും ബ്ലോക്കിൽ. രണ്ടാമത്തേത്, കുഴിയിൽ വീണ് ലോറി കുടുങ്ങിയത്, തടിലോറി വീണത് നമ്മൾ കണ്ടതാണ്. അതാണ് കുരുക്കിന് കാരണമായത്. ഈ റോഡിന്റെ അവസ്ഥ കഷ്ടമെന്നല്ലാതെ എന്താണ് പറയുക? അതാണ് കോടതി ചോദിച്ചത്. 1 മണിക്കൂർ കൊണ്ട് പാസ് ചെയ്തു പോകേണ്ട സ്ഥലത്താണ് 12 മണിക്കൂർ. അപ്പോൾ 11 മണിക്കൂറാണ് ഒരാൾക്ക് അവിടെ നഷ്ടമായിരിക്കുന്നത്. അതാണ് കോടതി പറഞ്ഞത്. മോശം റോഡ്, ഇങ്ങനെയുള്ള റോഡ് ഇത്രയും സമയമെടുത്ത് യാത്ര ചെയ്യുന്നതിന് എന്തിനാണ് ടോൾ കൊടുക്കുന്നത്? എന്തിന് ടോൾ നൽകണം? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം കരാർ കമ്പനിയോടുള്ള ചോദ്യം, ഇക്കാലം അത്രയും നിങ്ങൾ ടോൾ പിരിച്ചതല്ലേ, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതൊന്നും പരിഹരിക്കാതെ കൊടുത്തിരിക്കുന്നത്? അതോടൊപ്പം ഈ റോഡ് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം കുപ്പിക്കഴുത്ത് പോലെയാണ്, ബോട്ടിൽ നെക്കാണ് ഈ റോഡിന്റെ പല ഭാഗങ്ങളും. ഈ കുപ്പിക്കഴുത്തുകൾ സൃഷ്ടിച്ചത് ആരാണ്? ഇത്തരം റോഡുകളിലൂടെ എങ്ങനെ യാത്ര ചെയ്യുമെന്ന കാര്യത്തിൽ മെച്ചപ്പെട്ട പദ്ധതി ദേശീയപാത അതോറിറ്റി തയ്യാറാക്കണമായിരുന്നു എന്നും കോടതി പറയുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇതൊക്കെയാണ് കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ. അതിൽ മറുപടികളായി വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നതുകൂടി നമുക്ക് നോക്കാം. മറുപടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ കരാർ കമ്പനി പറയുന്നു, ഗതാഗത കുരുക്കിന്റെ കാരണം പ്രാദേശികമായിട്ടുള്ള കവലകളാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ന്യായീകരണമാണ്. കവലകൾ എടുത്തു മാറ്റാൻ നമുക്ക് കഴിയില്ലല്ലോ, അപ്പോൾ കവലകളാണ് പ്രശ്നം. ഇനി ദേശീയപാത അതോറിറ്റിക്ക് എന്താണ് പറയാനുള്ളത്? അതുകൂടി പരിശോധിച്ചാൽ ദേശീയപാത അതോറിറ്റി പറയുന്നു, മേൽപ്പാലം നിർമ്മിക്കുന്ന 3 ഇടങ്ങളിൽ മാത്രമാണ് ബ്ലോക്ക്. മഴ മൂലം അറ്റകുറ്റപ്പണി വൈകുകയാണ്. ഇതൊക്കെയാണ് പ്രശ്നമായത് എന്ന് ദേശീയപാത അതോറിറ്റി പറയുകയാണ്. അതോടൊപ്പം സർവീസ് റോഡുകളുടെ കാര്യം, അവിടെയും ബ്ലോക്കായിരുന്നു. അതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതുകൂടി നോക്കാം. സർവീസ് റോഡുകൾ ശക്തിപ്പെടുത്തേണ്ട ചുമതല നിർമ്മാണ കരാറുകാർക്കാണ്. റവന്യൂ വരുമാനം ഇല്ലാതാക്കാനാകില്ല. ദേശീയപാത അതോറിറ്റിക്ക് വീഴ്ചയുണ്ടായി, നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ വീഴ്ചയില്ല എന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഈ ടോൾ കരാർ കമ്പനി ഈ നിർമ്മാണ കരാറുകാരെ കുറ്റപ്പെടുത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പഴി പറയുന്നതല്ലാതെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അപ്പോൾ കോടതി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു.